പാക്കിംഗ് രംഗത്ത് വരുന്ന ഇന്നോവേഷനെ കുറിച്ച് മുമ്പ് ഞങ്ങൾ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. പാക്കിംഗ് രംഗം ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുകയാണ്. പൗച്ചുകളായിട്ടും ഷ്രിങ്ക് ലേബിളായിട്ടും ബോട്ടിൽസും ഒക്കെ ആയിട്ട് ഈ ഡിജിറ്റൽ യുഗത്തിലാണ് ഇന്ന് പാക്കിംഗ് മെറ്റീരിയലിന്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ്. അതായത് മുമ്പ് കാലങ്ങളിൽ ഒരു പൗച്ച് ചെയ്യണമെങ്കിൽ വലിയ ക്വാണ്ടിറ്റി വേണം, സിലിണ്ടർ കോസ്റ്റ് വേണം, അങ്ങനെയുള്ള കുറെ കടമ്പകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഓപ്ഷൻ അത് തന്നെയാണെങ്കിലും ഇന്ന് ചെറുകിടക്കാർക്ക് അത് ഒപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ചെറുകിടക്കാർക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ടെക്നോളജിയാണ്. ഡിജിറ്റൽ ടെക്നോളജിയിൽ പൗച്ചുകൾ ചെയ്യാൻ പറ്റും. ഇന്ന് ഞങ്ങൾ പറയുന്നത് ഷ്രിങ്ക് ലേബലിനെ കുറിച്ചാണ്. ഷ്രിങ്ക് ലേബൽ ഒരു റോട്ടോഗ്രാഫർ പ്രിന്റിംഗ് മെത്തേഡിൽ തന്നെ വരുന്നതാണ്. അത് അതിന്റെ പ്രോബ്ലം ഇപ്പോൾ ഇതുപോലുള്ള ഒരു ബോട്ടിൽ കണ്ട ഇത് ഹെക്സഗണൽ ആയിട്ടുള്ള ബോട്ടിൽ ഇല്ല ഇവിടെ നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ ഇവിടെ ഒട്ടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അവിടെയുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് ഷ്രിങ്ക് ലേബൽ ചെയ്താണ്. ഇതിങ്ങനെ ഇൻസെർട്ട് ചെയ്യുക. ഇത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഷ്രിങ്ക് ആവുന്ന മെറ്റീരിയൽ ആകും ഷ്രിങ്ക് ലേബൽ എന്ന് പറയുന്നത്. ഇത് ഡിജിറ്റൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെ എളുപ്പമാണ്. അല്ലാത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇതുപോലെ ഒരു പൗച്ച് ചെയ്യുമ്പോൾ ഡിജിറ്റൽ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഒരു 6 രൂപ വരുവാണെങ്കിൽ അത് സിലിണ്ടർ എടുത്ത് ചെയ്യുമ്പോൾ കോസ്റ്റ് ചിലപ്പോൾ ഒരു 60 പൈസയൊക്കെ വരുള്ളൂ. പക്ഷെ ഒരു 1 lakh പീസ് ക്വാണ്ടിറ്റി എടുക്കണം. പിന്നെ അതിന്റെ സിലിണ്ടർ കോസ്റ്റും വരും. അപ്പൊ തുടക്കക്കാർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പുതിയ ഡിജിറ്റൽ വരുന്നത്. ഡിജിറ്റൽ ആകുമ്പോൾ ഒരു 5000 പീസ് എടുക്കുക. 5000 പീസ് നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇതിന് വന്നിരിക്കുന്നത് 6 രൂപ എന്നാണ് എന്റെ ഓർമ്മ ശരിയാണ്. അതിനൊരു അഡ്വാൻറ്റേജ് 5000 പീസ് എടുക്കുമ്പോൾ തന്നെ ആ 5000 പീസ് ഇങ്ങനെ ഡിഫറെന്റ് 1000 ഡിഫറെന്റ് ഡിസൈൻ ആയിട്ട് ചെയ്യാം. മറ്റേതിൽ അത് പോസിബിൾ അല്ല. ഡിസൈൻ മാറുന്നതനുസരിച്ച് ആർട്ട് വർക്കിന് സിലിണ്ടർ ഉണ്ടാക്കണം, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വരും. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതൊരു ഹണിയുടെ ബോട്ടിലാണ്. ഇത് ചെയ്യുമ്പോൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് കണ്ടോ വളരെ ക്യൂട്ടായി മാറുന്നു. ബോട്ടിൽ വളരെ ഭംഗിയായി മാറുന്നു. ബോട്ടിൽ നിമിഷം നേരം കൊണ്ട് വളരെ ഭംഗിയാവും. സ്റ്റിക്കർ ഒട്ടിക്കുന്ന ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്ക് ഒരു 5000 പീസ് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ വില കൂടിയ പ്രൊഡക്റ്റ് 6 രൂപ എല്ലാം ഷ്രിങ്ക് ലേബലിൽ മുടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ആകെ 5000 രൂപ വരും എന്നുള്ളതാണ്. ആ 5000ത്തിൽ തന്നെ 5 ഡിസൈൻ ചെയ്യുക. കോസ്റ്റ് കൂടുതലാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഡിജിറ്റൽ ആയതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഇതിനും ഒക്കെ അതുപോലെ തന്നെയാണ്. ഈ ഇതുകൊണ്ട് ഈ ബോട്ടിൽ കണ്ടോ, ഈ ബോട്ടിലും അതുപോലെ തന്നെ 5000 എടുക്കുമ്പോൾ 5 ഡിസൈൻ ആയിട്ട് ചെയ്യും. ടോട്ടൽ 5000 കോസ്റ്റ് വരും. മറ്റേ സിലിണ്ടർ കോസ്റ്റും അങ്ങനെ മറ്റു കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഷ്രിങ്ക് ചെയ്യുക കൈ വെച്ച് തന്നെ ചെയ്യാവുന്നത്. ഇതിന് ചെയ്യുന്ന വേറെ മെഷീനറികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും തുടക്കക്കാർക്കൊന്നും വലിയ മെഷീനൊന്നും ആവശ്യമില്ല. ഈ ഒരു ഹോട്ട് എയർ ഗൺ ഉണ്ടെങ്കിൽ ഏകദേശം 1800 രൂപയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. അത്രയേ ഉള്ളൂ പ്രശ്നം. പക്ഷെ ഇത് വെച്ച് ഒരു വലിയ വിപ്ലവമാണ് ഇപ്പൊ നടന്നത്.